നിലവിലെ സിനിമ മേലെ സംഭവവികാസം ഞാൻ 2009 തിലകനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു മാഫിയ സംഘമാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ മാഫിയ സംഘമാണെന്ന് തെളിയിക്കപ്പെട്ട ഒരു അവസരമാണ് ശരിക്കും. ആ മാഫിയയുടെ പ്രവർത്തനം എന്താണ്, അതെങ്ങോട്ട് നീങ്ങുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മുൻകൂട്ടി നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇതിന്റെ അവസാനം ഇങ്ങനെയായിരിക്കും എന്നുള്ളത്. അത് ഏകദേശം അങ്ങനെ ആയി തുടങ്ങി എന്നുള്ളതാണ്. ഈ പലർക്കെതിരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ വരുന്നത്. സിദ്ദിഖിനെതിരെ വരുന്നു, ഇടവേള ബാബുവിനെതിരെ വരുന്നു, മുകേഷിനെതിരെ വരുന്നു. ഇത്തരം ആരോപണങ്ങളൊക്കെ കഴമ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? നിങ്ങളുടെയൊക്കെ ഒരു അനുഭവം വെച്ച് കാരണം അത് ഒരാൾ വന്ന് വെറുതെ ഒരു ഇത് പറയില്ല. അപ്പം ഇടവേള ബാബുവിനെ കുറിച്ച് പറഞ്ഞത് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു നടിക്കോ അല്ലെങ്കിൽ ഒരു നടനോ, ചെറിയ നടനോ മെമ്പർഷിപ്പ് കിട്ടുന്നത് 1.5 ലക്ഷം രൂപ കൊടുക്കണം. അപ്പോൾ 1.5 ലക്ഷം രൂപ വേണ്ട, പകരം എൻ്റെ കിടപ്പറയിലൊന്ന് കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആയിരിക്കുമോ ആ ഒരു ചോദ്യം? അപ്പോൾ നിഷേധിക്കാം എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ ഒരാളല്ല പറയുന്നത്, ഒരുപാട് പേർ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറയണ്ടേ, ഇതിൻ്റെ അകത്ത് ഈ അടിമത്തം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് എനിക്കറിയാം. അതായത് കാർഡുള്ളവന് കാശ്, കാർഡില്ലാതെ ഒരേ ജോലി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 12 മണി വരെ ജോലി ചെയ്താൽ കാർഡുള്ളവൻ്റെ കൂലിയുടെ പകുതിയുള്ളൂ കാർഡില്ലാത്തവന്. ശരിക്ക് അതായത് പഴയ കാലത്തെ അടിമ സമ്പ്രദായമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം അവർക്ക് ഇപ്പം നമുക്കാണെങ്കിൽ പാർട്ടിയിലാണ്, ഇപ്പം CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, വിവിധ ഗ്രൂപ്പുകളുണ്ട്. സിനിമയ്ക്ക് ഒറ്റ മാഫിയ സംഘമുള്ളൂ. അതുകൊണ്ട് അവർ തീരുമാനിക്കുന്ന എന്താണോ അതേ നടപ്പിലാവുള്ളൂ. ഇനി രാജിവെക്കേണ്ട ആരാണ്? ഫെഫ്കയുടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുണ്ടായുസത്തിന്റെ തലവൻ. ഞാൻ അങ്ങനെ തന്നെ പറയും. എന്റെ അന്നം മുടക്കിയിട്ട് 14 കൊല്ലമായി. തിലകനെ അഭിനയിപ്പിച്ചു എന്ന് തെറ്റാണ് ഞാൻ ചെയ്തത്. 14 കൊല്ലമായി എന്നെ സസ്പെൻഷനില്ല. ഞാൻ അതിൽ ഇവർ ചെയ്യുമ്പം ഞാൻ വേണം തെളിവ് തരാം. അതായത് ഈ മനുഷ്യനുമായിട്ട് സഹകരിക്കരുത് എന്നുള്ളതാണ് അവർ കൊടുക്കുന്ന തിട്ടൂരം. അതായത് ഈ ഫെഫ്കയുടെ കീഴിലുള്ള പ്രൊഡക്ഷൻ, ഡ്രൈവേഴ്സ്, മറ്റ് എല്ലാ യൂണിയനും ഇവർ കത്തെഴുതും, ഈ മനുഷ്യനായിട്ട് സഹകരിക്കരുത്. ഇത് പിന്നെ ഒരു വിലക്കല്ലാതെ എന്താണ് ഈ നടികൾക്ക് സംഭവിക്കുന്ന എന്താണ്? ഇപ്പൊ ഇവർക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരൊക്കെ എത്തിട്ടോ, പിന്നെ അവരില്ല ജീവിതത്തിൽ, മാച്ച് കളയുന്ന മാതിരിയാണ്. അപ്പം ഈ നമുക്കറിയാം, ഈ നമ്മുടെ ഒരു നടിയുടെ ആ ഇഷ്യൂ വെച്ചിട്ട് അതിനുവേണ്ടി സംസാരിച്ചവരൊക്കെ പുറത്താക്കിയില്ലേ, ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോയില്ലേ? അപ്പോൾ അത് തെളിവല്ലേ ഇത്? എന്തുകൊണ്ട് അവർ വർക്ക് ചെയ്യുന്നില്ല? സജീവമായിട്ട് നിന്ന ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് ഔട്ടാവുകയാണ്. ഞാനൊക്കെ ഇഷ്ടംപോലെ സിനിമ ചെയ്തിരുന്ന ആളല്ലേ. എന്താ എനിക്ക് സിനിമ കിട്ടാത്തത്? സിനിമ കിട്ടാത്തതുകൊണ്ടല്ല, എനിക്ക് നിർമ്മാതാവ് ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല, നടന്മാർ സഹകരിക്കില്ല, ടെക്നീഷ്യൻസ് സഹകരിക്കില്ല. പവർ ഗ്രൂപ്പുകൾ തന്നെയാണ് പവർ ഗ്രൂപ്പ്, മാഫിയ ഗ്രൂപ്പ് തന്നെ പറയും. എന്തിനാ ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? മാഫിയ ഗ്രൂപ്പ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. സിനിമയ്ക്ക് കഴിയുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു മിസ്കണ്ടക്ട് ഈ നടിമാരോടൊക്കെ അല്ല, ഇത് ഞാൻ പറട്ടെ, സെക്സും സിനിമയും തമ്മിൽ ഞാൻ വേർതിരിക്കില്ല. സെക്സ് സിനിമയുടെ കൂടെ ഉണ്ട്. കാരണം സെക്സ് സിനിമകളുണ്ടായിരുന്നു മലയാളത്തിൽ. പിന്നെ ഞാൻ പറട്ടെ, ഇത് ഈ കഴിവില്ലാത്തവർ പലപ്പോഴും സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകളുണ്ട്, അത് വേറെ രീതിയിൽ സഞ്ചരിക്കുന്ന. ഇതൊക്കെ മലയാളത്തിൽ എല്ലാവർക്കും അറിയുന്ന. പക്ഷെ ആരെയും അറ്റാക്ക് ചെയ്തിട്ട് ഇങ്ങനെ ചാൻസ് തരാമെന്ന് പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്ന സ്വഭാവമില്ല. ഈ പറയുന്ന രീതിയിലുള്ള സെക്സ് സിനിമകൾക്ക് വേണ്ടിയിട്ടുള്ള ആർട്ടിസ്റ്റ് മലയാള സിനിമയിലുണ്ടായിരുന്നു. അവർ ആ രീതിയിൽ പോയിട്ടുണ്ടാവാം. പക്ഷെ ഇതേപോലെ ഈ നടന്മാരും തന്നെയാണ് ഈ സ്ത്രീകളെ കയറി. ഇപ്പൊ സംവിധായകരാണെങ്കിൽ ശരി സംവിധായകർ ഒരു ചാൻസിന് വേണ്ടി വന്നപ്പം ഉപദ്രവിച്ചു പറയാം. ഇപ്പൊ ഈ നടന്മാരടക്കം ഇതിലെങ്ങനെ ചെയ്യുന്നു? ഇപ്പൊ സിനിമയിൽ സെക്സ് ഇല്ലാതെ ഇപ്പൊ പരസ്പരം പരസ്പര സമ്മതത്തോടുകൂടി ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ടാവാം. അന്നും ഇന്നും ഉണ്ടാവും. മലയാള സിനിമയുടെ തുടക്കത്തിൽ അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. മലയാള സിനിമ തുടങ്ങിയത് മുതലാളിമാരാണ്. അന്ന് സിനിമ പ്രൊഡ്യൂസർ എന്നല്ല പറയാം, സിനിമ മുതലാളി എന്നറിയാം. സിനിമാ മുതലാളിമാരെ കണ്ട് സിനിമാ മുതലാളിമാരാണ് അന്ന് കാസ്റ്റിംഗ് നടക്കുന്നത്, അല്ലാണ്ട് സംവിധായകരല്ല. സംവിധായകർ തമിഴിൽ നിന്നൊക്കെ വന്ന ആൾക്കാരായിരിക്കും. അപ്പൊ സിനിമയുടെ കൂടെ ഇത്തരം ഒരു അവസ്ഥ ഉണ്ട്, ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അത് ഈ ആധുനിക കാലത്ത് തുടരുമ്പോഴാണ് ആ രീതിയിൽ സഞ്ചരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്വന്തം കുടുംബത്തിനു വേണ്ടി വേശ്യാവൃത്തി ചെയ്യുന്നത് പോലെ തന്നെ ഈ സിനിമയിലും ചില ഘടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഈ തുണ്ട് സിനിമകൾ എന്ന് പറഞ്ഞ സിനിമ മലയാള സിനിമ ഉണ്ടായിരുന്നില്ലേ? ഇന്ന് തുണ്ട് സിനിമ ചെയ്ത പല സംവിധായകരാണ് ഇപ്പോൾ വലിയ സിനിമ സംവിധായകരൊക്കെ ആയിട്ടുള്ളത്.
കിന്നാരത്തുമ്പികൾ. നമ്മൾ എന്തിനാ നമ്മൾ രാഷ്ട്രീയക്കാർ സരിതയെ ഉപയോഗിച്ചിട്ടില്ലേ? എങ്ങനെയാ ഉപയോഗിച്ചത് നമുക്കറിയാന്നില്ലേ? ഒരു 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 ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ഒരു സ്ത്രീയെ ഉപയോഗിച്ചിട്ടില്ലേ? അപ്പം അതൊന്നും സിനിമയിൽ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ഈ രീതിയിലുള്ള ഈ പറയുന്നതാണ് ഒരു മെമ്പർഷിപ്പിന് വേണ്ടി പോലും കിടന്നു കൊടുക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരുന്നില്ല. കുറച്ചും കൂടി മാന്യമായിരുന്നു. കാരണം അവർക്ക് തൊഴിൽ ഈ പറയുന്ന ഇപ്പം ഇന്നലെ ഒരാൾ പറഞ്ഞു കേട്ടു, അതായത് ഇവരൊക്കെ വേശ്യകളാണെന്ന് പറയും. ഈ കംപ്ലൈൻറ്റ് ചെയ്തൊരു വേശ്യരാണെന്ന് തോന്നുന്നു. ഞാൻ അപ്പം ചോദിച്ചു, വേശ്യകൾക്കൊരു ചോയ്സ് ഇല്ലെന്ന് ചോദിച്ചു. ആരോടെ കിടക്കണം തീരുമാനിക്കാനുള്ള അവകാശം വേശ്യക്കുണ്ട്. ഇന്ത്യയിൽ വേശ്യാവൃത്തിയും സർട്ടിഫൈഡാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് തൊഴിലായിട്ട് അംഗീകരിച്ചിട്ട്. അപ്പം ആ രീതിയിലല്ല ഇത് എന്താ പറയുന്നത്, റേപ്പ് എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ആ റേപ്പൊന്നും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നില്ല. ഈ താങ്കളോട് ആരെങ്കിലും താങ്കൾ സംവിധാനം ചെയ്ത കാലത്തൊക്കെ ഇത്തരത്തിൽ നടികളോ വല്ലതും പരാതിപ്പെട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായെന്നോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മോശം അനുഭവം ഉണ്ടായതൊക്കെ എല്ലാവരും ഉണ്ട്. മോശം അനുഭവം ഉണ്ടായാലും നമ്മൾ സഹായിച്ചിട്ടുള്ളത്. അന്ന് സിനിമയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേപോലെ സെറ്റപ്പ് എന്നാ പറയുക. കാരണം ഈ ഇതിൽ വന്നിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടോടുന്ന ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു. ഇന്ന് അവർ പലരും പല ഉയർന്ന സ്ഥലത്തിലെത്തിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാണ്. അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ചെറിയ സിനിമക്കാർക്ക് അവരെ ഹെൽപ്പ് ചെയ്യുക. വലിയ സിനിമക്കാർ ഉപയോഗിച്ച് കളയുമ്പോഴും ചെറിയ സിനിമക്കാരിലാണ് ചെറിയ സിനിമയിലാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ വേഷമൊക്കെ കിട്ടിയിരുന്നത്. അപ്പോൾ എന്നെ ഈ ചീത്തപ്പേര് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും പല ആർട്ടിസ്റ്റും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറിന് സിനിമയിലൊന്നും അഭിനയിക്കണം, സാർ എന്തുകൊണ്ടാണ് വിളിക്കാത്തതെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഞങ്ങളുടെ പേര് കണ്ടാൽ അത് സെറ്റപ്പ് സിനിമയാണെന്ന് പറയുമല്ലോ. അങ്ങനെ സംസാരിച്ച സ്ത്രീകളുണ്ട്. നമുക്ക് ഇതൊന്നും തുറന്നു പറയാൻ പറ്റില്ല. തുറന്നു പറയാൻ പറ്റാത്ത ഒരുപാട് ജീവിതങ്ങൾ സിനിമയിലുണ്ട്. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും നടന്മാർക്കെതിരെ പരാതി വന്നിട്ടുണ്ടോ? ഈ ഒരു അതുണ്ട്. അത് നമുക്ക് പേര് പറയാൻ പറ്റില്ല. ക്രൂരമായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട്. സെക്ഷൽ ആയിട്ട് ഉപയോഗിക്കുന്നത് മാത്രമല്ല, വളരെ എന്താ പറയുക, എന്തായാലും പറയാൻ നമുക്ക് ബ്രൂട്ടലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു മലയാള സിനിമയിൽ. വന്നിട്ടുണ്ട്. ഒരു പറയും സാറേ, സഹിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഒന്നും അല്ല, സംവിധാനങ്ങളൊന്നുമില്ല. കാരണം അന്ന് ഈ പറയുന്ന സംഘടനയില്ല, ഒന്നുമില്ല. അതുകൊണ്ടാണ്. ഇപ്പൊ സംഘടന ഉണ്ടായിട്ടെന്ത് കാര്യം? ഒരു കാര്യമില്ല. അമ്മ പരാതി പറഞ്ഞ ആരുടെ? ഇടവേള ബാബുവിന്റെ അടുത്തല്ലേ? ഒരു ഇടവേള ഇടം പറയും. പിന്നെ ആരുടെ? സിദ്ദീഖിന്റെ അടുത്താണോ? ആരുടെ ഇത് പറയേണ്ടത്? ഇത് ഞാൻ പറയട്ടെ, സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് കൊള്ളാവുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ കംപ്ലൈന്റ് എടുത്തുകൂടെ? ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഏറ്റെടുത്തുകൂടെ? ഈ മോഹൻലാലിനൊക്കെ പെട്ടെന്ന് കൂട്ടമായി രാജിവെക്കാൻ നിർദ്ദേശം നൽകുകയും അദ്ദേഹം തന്നെ രാജിവെച്ചു. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒളിച്ചോട്ടം പോലെയാണ്. കാരണം ഒരു കാരണം പോലും പറഞ്ഞില്ല. ഞങ്ങളിത് ഏറ്റെടുക്കുന്നു, ധാർമ്മികത ഏറ്റെടുക്കുന്നു, ഇവരൊക്കെ മോശക്കാരാണെന്നാണോ എൻ്റെ അർത്ഥം? എത്രയോ നല്ല മനുഷ്യരുണ്ട് അതിനകത്ത്, എത്രയോ നല്ല മനുഷ്യരുണ്ട്. ഇവർ രണ്ടുപേരും പ്രതികരിക്കുന്നില്ലെന്ന് സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ വിമർശനം. എനിക്ക് തോന്നുന്നു ഇന്നലെ കൃത്യമായിട്ട് പ്രതികരിച്ചത്, സത്യത്തിൽ പൊട്ടിത്തെറിച്ചത് സുരേഷ് ഗോപിയാ. അദ്ദേഹത്തിന് ഇതിലുള്ള ഇമോഷനാണ് കാണിച്ചത്. കാരണം അദ്ദേഹം ഇതിലൊന്നും പെടൂല, കള്ളു കുടിക്കൂല, സ്ത്രീകളുടെ പുറകെ പോവില്ല. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇമോഷണലായിട്ട് അദ്ദേഹം സംസാരിച്ച്, ആർക്കും ഇമോഷണലായിട്ട് വന്നില്ല. അതിന് വേറെ ഇപ്പൊ ഫെഫ്ക ഇത്രയും ദിവസം മൗനം ആരംഭിച്ചിട്ട് ഇന്നാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ബി ഉണ്ണികൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, നാട് വിട്ടുപോയതാണോ? ബി കൃഷ്ണൻ എവിടെയിരുന്നു നാവ്? ഇതിൻ്റെയൊക്കെ പുറകിലുള്ള യങ്സ്റ്റേഴ്സിന്റെ ഭാഗമാണ് അവരൊക്കെ. അവർ പറയണ്ടേ? അവർ പറയില്ല. ഇത്രയും ദിവസം അവർ കിട്ടിയില്ല. ഇതിലിപ്പം അമ്മയിൽ നിന്ന് ഫെഫ്കയിലെ ആൾക്കാർ കൂടി ഇതിൽ പ്രതിയായപ്പോഴാണ് അവരറിഞ്ഞത്. അല്ലെങ്കിൽ അമ്മയുടെ കൂടെ അങ്ങ് പോയത്. ഇത് ഫെഫ്കയുടെ മെമ്പർമാരുണ്ടല്ലോ, സംവിധായകരുണ്ടല്ലോ. മുകേഷാണ് ഇപ്പം മറ്റൊരിപ്പോൾ എല്ലാ പ്രതിഷേധങ്ങളും മുകേഷിനെതിരെയാണ് തിരിഞ്ഞിരിക്കുക. മുകേഷിന്റെ MLA കൂടിയാണ്. അത് അവർ തീരുമാനിക്കട്ടെ. കാരണം മുകേഷിൻ്റെ ഒരു സ്ത്രീ അല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. മുകേഷ് വീട്ടിൽ കയറി ആക്രമിച്ചെന്ന് വരെയുള്ള ന്യൂസ് വന്നില്ലേ? അപ്പം ഇത് ഗണത്തിൽപ്പെടുത്തണം നമ്മൾ. അത് തെളിയിക്കേണ്ടത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. തെളിയിക്കേണ്ടത് സർക്കാർ തെളിയിക്കട്ടെ. സർക്കാർ തെളിയിക്കുമോ? അത് അതിൻ്റെ എന്താണ്, ഇത് കുറവാണ്, ഡിഗ്രി കുറവാന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ. പീഡനത്തിൻ്റെ തോത് കുറവാണ്, വെർബലാണ്, അത് ഓട്ടയടച്ച് വെക്കാനല്ലേ പറഞ്ഞുള്ളൂ എന്നൊക്കെ വരും ന്യായം.